ഹലോ, നമസ്കാരം. ശിവസ്മൻ ചാനലിലേക്ക് സ്വാഗതം. വിപിനാണ്. എന്താണ് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ എല്ലാവരും സുഖമായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പിയാണ് സന്തോഷം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ദുഃഖങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മളെ കൂടി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു സൈഡിൽ കൂടെ അങ്ങോട്ട് പൊക്കോളും. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക. ജീവിതം ഒന്നുള്ളതെന്ന് വെച്ചിട്ട് അല്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിത്രങ്ങൾ, വീഡിയോ ചിത്രങ്ങൾ, ഒരു വല്ല കെട്ടുനിറ എന്ന് പറയുമ്പോൾ നമ്മുടെ 2025 ആദ്യത്തെ കെട്ടുനിറ. ചിലപ്പോൾ വേറെ ചാനലൊക്കെ ഉണ്ടാവും, ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ കെട്ടുനിറ വിശേഷങ്ങളാണ്. അപ്പോൾ കെട്ടുനിറ എന്താണെന്ന് വെച്ചാൽ ആരെയാണെന്ന് വെച്ചാൽ നമ്മുടെ ക്യാമറമാൻ, അതായത് എൻ്റെ ഭാര്യയുടെ അമ്മയുടെ, അതായത് അമ്മായിമാരെ. അപ്പോൾ ആളെ കെട്ടുനിറയാണ്. പിന്നെ എന്താണ് കെട്ടുനിറ എന്ന് പറയുമ്പോൾ മൂപ്പര കെട്ടുനിറയിൽ അവളുടെ ചേച്ചിയുടെ മോനും കൂടിയുണ്ട്. അപ്പോൾ ആ രണ്ടാളും കൂടി കെട്ടുനിറയാണെന്ന്. അപ്പോൾ കെട്ടുനിറ ഞാൻ യൂട്യൂബിലൊന്നും മുമ്പ് ഞാൻ നോക്കിയിട്ടില്ല, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോയെന്ന്. ഇപ്പോൾ കെട്ടുനിറ ഉണ്ടാ. അപ്പോൾ എനിക്ക് തോന്നി കെട്ടുന്ന വീഡിയോകളൊക്കെ, അപ്പോൾ എനിക്ക് തോന്നി കെട്ടുനിറ ഒന്ന് ഈ വർഷത്തൊക്കെ കെട്ടുനിറ ഒന്ന് വീഡിയോയിലിടാമെന്ന് വെച്ചു, യൂട്യൂബിലിടാമെന്ന് വെച്ചു. കെട്ടുനിറ കണ്ടിട്ടില്ലല്ലോ, ഞാൻ നോക്കി, ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ ഒക്കെ. കെട്ടുനിറ വിശേഷങ്ങൾ ഒന്ന് യൂട്യൂബിൽ നിങ്ങൾക്ക് ഒന്ന് ഇടാമെന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. പിന്നെ ഇപ്പോൾ വൃശ്ചിക മാസം തരുന്നു. ഇപ്പോൾ 2-ാം തീയതിയാണ്. വൃശ്ചികം 1 2-ാം തീയതിയാണ് വൃശ്ചിക മാസം. നമ്മുടെ അയ്യപ്പസ്വാമിനെ കൂടുതൽ കുറിച്ച് ഓർക്കണ മാസമല്ല, കൂടുതൽ ഓർമ്മിക്കുന്ന മാസം വൃശ്ചിക മാസം. അപ്പോൾ നമുക്കിങ്ങനെ കെട്ടുനിറയും കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരാം. അപ്പോൾ എനിക്ക് തോന്നി കെട്ടുനിറയുടെ വീഡിയോ ഒന്ന് ഇടാൻ തോന്നി. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഞാനിപ്പോൾ അത് നമ്മുടെ വീട്ടിൽ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്, നമ്മുടെ കോളേജ് ഇവിടെ ഉണ്ട്, പോകാൻ റെഡിയായി നിൽക്കണ്. ഇന്ന് ലീവാണ്, ജോലിക്ക് പോയിട്ടില്ല. അപ്പോൾ ഇവിടെ അങ്ങോട്ട് കുറച്ച് ദിവസം ഇനി വീഡിയോകൾ എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂട്യൂബിൽ കണ്ടൻറ്റുകൾ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ കുറച്ച് വീഡിയോകളൊക്കെ യാത്രകളുണ്ട്. അപ്പോൾ അതൊക്കെ വഴിയേ വരും. അപ്പോൾ കുറച്ച് ദിവസം അതിന് വേണ്ടി അവധി എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ യാത്രകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വരുന്നുണ്ടാ. അപ്പോൾ ഇന്നിപ്പോൾ ആദ്യത്തെ വീഡിയോ ഫസ്റ്റ് ദിവസം കെട്ടുനിറയാണ്. കെട്ടുനിറ. അപ്പോൾ നമ്മുടെ വീട്ടിലിവിടെ അവളുടെ വീട് എവിടെയാണെന്ന് വെച്ചാൽ ആറാട്ടുപുഴ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എല്ലാ ജില്ലക്കാരും കേട്ടിട്ടുണ്ടാവും ആറാട്ടുപുഴ. എന്ന് വെച്ചാൽ പൂരം പ്രസിദ്ധമല്ല, ആറാട്ടുപുഴ പൂരം, അതുകൊണ്ട് അറിയാൻ സാധ്യതയുണ്ട്. അവിടെ നിന്ന് നമുക്കൊരു 10-12 കിലോമീറ്റർ ഉണ്ട് വീടിൻ്റെ അവിടെ നിന്ന്. സുഖമായിട്ട് നമുക്ക് എളുപ്പമായിട്ട് പോയി വരാം. അപ്പം അങ്ങനെയാണ്. വേറെ എന്തെങ്കിലും പറയാണ്ട? ഓക്കെ. അപ്പോൾ ഒരുങ്ങി റെഡി ആയി നിൽക്കുന്നുണ്ട്. ഇനി അവരും കൂടി റെഡി ആവാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ അവിടേക്ക് പോയി, ആറാട്ടുപുഴയ്ക്ക് പോയി. അപ്പോൾ പിന്നെ കെട്ടുനിറയുടെ വിശേഷം. കെട്ടുനിറയൊന്നും നമുക്ക് കെട്ടുനിറയെ കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും അറിയില്ല. ഞാനും ശരിക്കും പറഞ്ഞാൽ അധികമൊന്നും മലയ്ക്ക് പോയിട്ടില്ല, അല്ലാണ്ടൊരു എക്സ്പീരിയൻസ് ഇല്ല. അതായത് കെട്ടുനിറ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ചെറുപ്പത്തിൽ പ്രാവശ്യം പോയിട്ടുണ്ട്. പിന്നെ വലുതായതിന് ശേഷം പിന്നെ ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ, 2 പ്രാവശ്യം ഞാൻ പോയിട്ടുള്ളൂ. അപ്പോൾ എന്നാലും കെട്ടുനിറയ്ക്ക് എനിക്കിഷ്ടമാണ്. കെട്ടുനിറ, ശരണംവിളി, മലയ്ക്ക് പോകും, മാല, ശബരിമല, കറുപ്പ് കൊണ്ടെടുത്തായി ഭക്തരൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചത്. അപ്പോൾ കെട്ടുനിറ ജസ്റ്റ് നിങ്ങൾക്ക് നോക്കട്ടെ, ഭംഗിയാക്കി കാണിച്ചു തരാൻ പറ്റുമെന്ന്. ഇവിടെ നിന്ന് ഇപ്പോൾ തൽക്കാലം ഒരു ഇൻ്റർവ്യൂ പോണ്. കെട്ടുനിറയ്ക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കറക്റ്റായിട്ട് എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ, കാണിച്ചു തരാൻ പറ്റുമെന്ന് ശ്രമിക്കാം. അപ്പോൾ ഒന്നുമില്ല, വർത്തമാനം പറയുന്നതിന് കുറേ നേരം വർത്തമാനം പറയും. വീഡിയോ ഭയങ്കരമായിട്ട് നീളുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമില്ല.
ബാക്കിയൊക്കെ വഴിയെ പറയാം കേട്ടാ. കെട്ടുന്നറ അപ്പോൾ പോന്നോട്ടെ കേട്ടാ. ശരി, ആറാട്ടുപുഴയ്ക്കിട്ടാ പോവാൻ യാത്ര എന്നൊക്കെ ആൾക്കാരെ കണ്ട ജുബിയും കായും കൊണ്ടൊക്കെ എടുത്തിട്ട് തള്ളമ്മ എന്ന് പറയുന്നത് അവളുടെ അമ്മേനെ തള്ളമ്മന്ന് വിളിക്കുള്ളൂ കേട്ടാ, തള്ളയായിട്ടല്ല. അവളങ്ങനെ ഒരു തള്ളമ്മന്നാണ് വിളിക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ആറാട്ടുപുഴയിലെ വീട്. പുതിയ വീട് പണിതാണ്, ഒരു ചെറിയ വീട്. മുമ്പ് നമ്മുടെ ഒരു ഓടും വീടായിരുന്നു, നല്ല ഐശ്വര്യ വീടായിരുന്നു കേട്ടോ. പക്ഷെ അത് കാലപ്പഴക്കം ചെന്നുകൊണ്ട് പൊളിച്ച് മാറ്റി നല്ലൊരു വീടായിരുന്നു, നല്ല സുഖമായിരുന്നു കഴിയാൻ. ഇപ്പോൾ ഇതേ പുതിയൊരു വീട് പണിതു. നമുക്ക് ഇത് ലൈഫിൽ നിന്ന് കിട്ടിയ കുറച്ച് പൈസ കിട്ടി, പിന്നെ നമ്മൾ കുറച്ച് കാശൊക്കെ കൂട്ടിയിട്ട് പണിത വീടാണ്. ഇപ്പോഴും ലോണൊക്കെ ഉണ്ട്, അപ്പോൾ അത് അടച്ച് തീർന്നിട്ടില്ല. അപ്പോഴെന്നാലും ഇങ്ങനെ പോണ്. അപ്പോൾ അങ്ങനെ ചെറിയ വീടൊക്കെ ഇങ്ങനെ ആയി. അപ്പോൾ അതേ വീടിൻ്റെ ഉള്ളിൽ കുറച്ചൊക്കെ പണി കഴിഞ്ഞ് തേപ്പും കാര്യങ്ങളും കഴിഞ്ഞ് മൊത്തം കഴിഞ്ഞത് ഹാളിലാണ്. ഞങ്ങളിവിടെ എത്തിയിട്ട് ആറാട്ടുപുഴ നമ്മുടെ കെട്ടുന്നറ വീട്ടിൽ നടക്കണ വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരുങ്ങി നിന്നൊരാൾ വേണ്ട അവിടെ. അവളെ നേരത്തെ കാണിച്ചില്ല, മറ്റവളെ മാത്രം കാണിച്ചു നമ്മളവിടെ പോരുമ്പോഴേ. അപ്പോൾ ഇയാൾ ബാക്കിയോടെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കെട്ടുന്നറ തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കി വീഡിയോ കാണിച്ചു തരാം, കൂടുതൽ എടുക്കണില്ല. കെട്ടുന്നറയപ്പോൾ ഒരാൾ ഒരുങ്ങിക്കണുണ്ടാ ഭസ്മൊക്കെ തൊട്ട്. പറഞ്ഞ പിന്നെ അതുകൊണ്ട് ഞാൻ മാത്രം ചെയ്യോ. പിന്നെ നമ്മക്ക് കുറച്ച് ഞാൻ കുറച്ച് പരിപ്പെടുത്തുന്നുണ്ട്. പിന്നെ നമ്മ പശുമൊക്കെ തൊട്ടിട്ടുണ്ട്. പശുമ മാത്രമയോ ഒറ്റക്ക് മച്ച തന്നെയോ. അപ്പോൾ കെട്ടുനിറ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ കാലത്ത് വന്നാണ് ഇവിടെ വീട്ടിലേ. ഇപ്പം 3:30-4 മണിയായി. എന്താ സംഭവം എന്ന് വെച്ചാൽ അടുത്ത പുറത്ത് സ്വാമിമാരൊക്കെ ഉണ്ട് പോണവർ. അപ്പോൾ അവരൊക്കെ കെട്ടി നിറച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമ്മൾ വെയിറ്റിങ്ങിലാണ് അവരെ നോക്കിയിട്ട്. ഓക്കെ, ദേ ഇങ്ങോട്ട് നോക്കടാ. ഇതുണ്ടോ നമ്മളൊരു സ്വാമി, ഞാൻ പറഞ്ഞില്ലേ ചേച്ചിയുടെ മോൻ. ഞാനീ പറഞ്ഞ് കഴിഞ്ഞതും ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴും ശാന്തി വന്നു കേട്ടോ. അവിടെ അടുത്തുള്ള ശാന്തി തന്നെയാണ്, നമ്മളെ അവിടെ വീടിൻ്റെ അപ്പുറത്തെ അമ്പലത്തിൽ പൂജയിൽ ശാന്തി തന്നെയാണ്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ശാന്തിക്ക് പിന്നീട് സ്വാമിമാരുണ്ട് കേട്ടോ അവിടെ കെട്ട് നിറയ്ക്കാൻ. അപ്പോൾ നമ്മുടെ ഇതിൽ നേരത്തെ വന്നാണ് ശാന്തി. അപ്പോൾ കെട്ടുനിറയ്ക്കുള്ള ഒരുക്കങ്ങളായി. കാണിപ്പണവും സ്വാമിക്ക് അയ്യപ്പോ വെള്ളരിദ്യം സ്വാമിക്ക് വെള്ളരിദ്യം
അയ്യപ്പോ 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 സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ ഭഗവാനേ ഭഗവതിയേ ഭഗവാനേ ഭഗവതിയേ ഭഗവാനേ ഭഗവതിയേ സ്വാമിക്കേ കാണിപ്പൊന്നെ സ്വാമിക്കേ കാണിപ്പണവും സ്വാമിക്കേ ചിരടയ്ക്ക സ്വാമിക്കേ ചിരടയ്ക്ക സ്വാമിക്കേ ചന്ദനത്തിരിയും സ്വാമിക്കേ ചന്ദനത്തിരിയും അയ്യപ്പ ശരണം അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ സ്വാമി പൊന്നയ്യപ്പ ശരണം പൊന്നയ്യപ്പ സ്വാമി പൊന്നയ്യപ്പ ശരണം പൊന്നയ്യപ്പ ശരണപുത്ര അയ്യപ്പ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ പിള്ളേരിനേദ്യം സ്വാമിക്കേ പിള്ളേരിനേദ്യം സ്വാമിക്കേ പിള്ളേരിനേദ്യം സ്വാമിക്കേ പിള്ളേരിനേദ്യം സ്വാമി അയ്യപ്പ സ്വാമിയപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം മണികണ്ഠനെ പില്ലാളി വീരനെ വീരമണി കണ്ഠനെ വീരമണി കണ്ഠനെ പില്ലാളി വീരനെ ഗണപതിയെ സരസ്വതിയെ അയ്യപ്പ അയ്യപ്പ അയ്യപ്പോ 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 യാത്ര യാത്ര അപ്പോൾ ഇതൊക്കെയാണ് കെട്ടുന്നവരുടെ വിശേഷങ്ങൾ. ഞാൻ വീഡിയോ ലെങ്ത്ത് കൊണ്ടാന്ന് ചോദിച്ചു നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും ചിലപ്പോൾ കൂടിയിട്ട്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോ നമ്മൾ വല്ലാണ്ട് കൂടുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. ആരും കമൻറ്റ് ചെയ്യുന്നില്ല അതിനെക്കുറിച്ച്. അപ്പോൾ പിന്നെ വീഡിയോ അങ്ങോട്ട് ചെറുതാക്കി ഇത്തിരി മെയിനായിട്ടുള്ള ഭാഗങ്ങളൊന്നും കിട്ടുന്നവരെ പിടിച്ചു. അപ്പോൾ ഓക്കെ, അപ്പോൾ കാണാം.